മെഡിക്കൽ ഉപകരണം കാണാതെ പോയെന്നാരോപിച്ച് കുടുക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് തന്റെ ഓഫീസ് മുറിയിൽ പരിശോധന നടത്തുന്ന കാര്യം അറിയിച്ചിരുന്നില്ല. ഫോണിൽ പോലും കാര്യങ്ങൾ ചോദിക്കാതെയാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തിയത്. ജയിലിലടയ്ക്കാനും മരണത്തിലേക്ക് തള്ളിവിടാനുമുള്ള നീക്കങ്ങളും നടന്നു. മോർസിലോസ്കോപ്പ് വാങ്ങിവെച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്ന കള്ളക്കഥ ഉണ്ടാക്കിയതിന് പിന്നിൽ സഹപ്രവർത്തകർ തന്നെയാണെന്നും ഡോക്ടർ ഹാരിസ്. ശസ്ത്രക്രിയകൾ മുടങ്ങിയപ്പോൾ വിഷമം കൊണ്ട് തുറന്നു പറഞ്ഞതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഡോക്ടറെ കുടുക്കാൻ കൂട്ടുനിന്ന ഡോക്ടർ വിശ്വനാഥനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിരം നിയമനം നൽകാൻ സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന ആരോപണത്തിനിടെയായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ. ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇനി നടത്തരുത് എന്ന കൃത്യമായ നിർദ്ദേശം KGMCTയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് നൽകി 2 ദിവസം പിന്നിടുമ്പോഴാണ് അദ്ദേഹം വീണ്ടും കടുത്ത ഭാഷയിൽ തനിക്കെതിരായ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയത്. വെള്ളി നാണയങ്ങൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. താൻ കീഴുദ്യോഗസ്ഥനാണ് എന്നിരിക്കെ തന്നോട് വിശദീകരണം ചോദിക്കുന്നതിന് പകരം നേരിട്ട് വാർത്താ സമ്മേളനം നടത്തിയതിൽ തനിക്കേറെ വിഷമമുണ്ടെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതൊക്കെ വിഷമമുണ്ടാക്കി. അവര് കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. എന്റെ പ്രശ്നങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവര് തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം അത് കളക്ടീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പൊ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അത് എന്നെ എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്ട് ചെയ്തൊരു കാര്യമാണത്. എന്റെ സഹപ്രവർത്തകർ എത്രയോ 28-30 വർഷം, 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. മന്ത്രി വീണ ജോർജിന്റെ അറിവോടെയാണോ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം അവർ നടത്തിയതെന്ന കാര്യം തനിക്കറിയില്ല. മനസ്സിൽ വിഷമമുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും പ്രിൻസിപ്പലിനെതിരെയോ അതോടൊപ്പം സൂപ്രണ്ടിനെതിരെയോ തനിക്ക് ഇല്ല എന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പൊ അതിന് അവരൊരു സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്. ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചുപേര് ശത്രുപക്ഷത്തും കുറച്ചുപേര് ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിനാണ് DMAയുടെ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ വിശ്വനാഥിന് സ്ഥിരം ചുമതല നൽകാനുള്ള നീക്കം ചട്ടവിരുദ്ധമായി മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന വിമർശനവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറവും രംഗത്തെത്തി. പ്രിൻസിപ്പൽമാരെ, ഏറ്റവും മുതിർന്ന പ്രിൻസിപ്പലിനെയാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ഈ പദവിയിലേക്ക് നിയോഗിക്കേണ്ടത്. പക്ഷേ ആ ചട്ടങ്ങൾ മറികടന്ന് സീനിയോറിറ്റിയിൽ 6ാം സ്ഥാനത്ത് മാത്രമുള്ള ഡോക്ടർ വിശ്വനാഥിനെ ചട്ടവിരുദ്ധമായി ഈ തസ്തികയിലേക്ക് ഉയർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന വിമർശനമാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിനിടെ KGMCTയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും DMയും പുറത്താക്കിയെന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്.